എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. ചോക്കാട് വെടിവെച്ചപ്പാറ അങ്കണവാടി പൊളിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. പുതുക്കിപ്പണി ആരംഭിച്ചെങ്കിലും കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ. നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. വന്യമൃഗങ്ങളുടെ കേന്ദ്രം കൂടിയായ ജീർണിച്ച വാടക കെട്ടിടത്തിലാണ് അങ്കണവാടി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ജീർണിച്ച നിലയിലായ പഴയ കെട്ടിടം 2 വർഷമായി പൊളിച്ചു മാറ്റിയിട്ട് ഏറെ മുറവിളിക്ക് ശേഷമാണ് അങ്കണവാടി നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. എന്നാൽ തറ നിർമ്മാണം തുടങ്ങി കരാറുകാരൻ പ്രവൃത്തി ഉപേക്ഷിച്ച നിലയിലാണ്. 18 ലക്ഷം രൂപ ചിലവിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. എന്നാൽ അങ്കണവാടിയുടെ നിർമ്മാണ പ്രവൃത്തി കരാറുകാരൻ ഉപേക്ഷിച്ചതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജീവനക്കാരും ദുരിതത്തിലായി. നിലവിൽ ഇപ്പോൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ അങ്കണവാടിയിലാണ് വെച്ചിട്ടാണ്. ഇത് ഏകദേശം 2 വർഷത്തോളമായി കുട്ടികൾ ഇവിടെ കഷ്ടപ്പാടാണ്. ഇവിടുത്തെ ഈ പരിസരവും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്കൊരു ഭീകരാന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇത്ര ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ 2.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുന്നത്. എല്ലാ മാതാപിതാക്കൾക്കും നമ്മളെ മക്കളാണ് വലുത്. ആ കുട്ടികളെ എങ്ങനെ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ചേർക്കും എന്നുള്ളത് എല്ലാ പ്രേക്ഷകർക്കും കണ്ടാലത് മനസ്സിലാവും. ഇപ്പോൾ നിലവിൽ നമ്മൾക്ക് ഉണ്ടായിരുന്ന നഴ്സറി അതിൻ്റെ പണി 2 വർഷം മുൻപ് അത് കരാറ് കൊടുത്തിട്ട് അതിൻ്റെ ശോചനീയ അവസ്ഥ ഇന്നും അത് ഒരു ഫില്ലർമ നിൽക്കുകയാണ്. 2 ബാലവാടി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 18 ലക്ഷം രൂപ ചിലവിൽ വരുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. 2 വർഷം മുൻപ് അതിൻ്റെ കരാറ് അടിസ്ഥാനത്തിൽ അത് തീർക്കേണ്ട കാലവും കുട്ടികളത് പഠിക്കേണ്ട സമയം അതിവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ അത് ഒന്നും ആയിട്ടില്ല എന്നുള്ളതല്ല, എന്തോ ഒരു കെടുകാര്യസ്ഥത ഇതിൽ നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് ഇതിൽ അധികാരികൾ കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇതിൽ ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്കും ഉണ്ടാകുമെന്നാണ് നാട്ടുകാരായിട്ടുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്കണവാടി കെട്ടിടം ഇപ്പോൾ ചോർന്നൊലിക്കുന്നത് മാത്രമല്ല, കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവയുടെ വിഹാര കേന്ദ്രവുമാണ്. 15 കുട്ടികളാണ് അങ്കണവാടിയിൽ ഇപ്പോൾ ഉള്ളത്. എന്നാൽ വിരലിൽ എണ്ണാവുന്ന കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ അങ്കണവാടിയിൽ വരുന്നത്. മഴയും കാറ്റും വന്നാൽ സമീപത്തെ കമുകുകൾ ഉൾപ്പെടെയുള്ള മരങ്ങൾ അങ്കണവാടിക്ക് മുകളിലൂടെ പതിക്കാനും സാധ്യതയുണ്ട്. നിലവിലെ അങ്കണവാടിക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ മാതാപിതാക്കൾ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. അവർക്ക് താല്പര്യമല്ല. അപ്പോൾ ഒരു അങ്കണവാടി ശരിക്കും നിശ്ചലാവസ്ഥയിലാണ്. ഇപ്പോൾ കരാറ് കൊടുത്ത അങ്കണവാടിൻ്റെ പണി ഒന്നും ആയിട്ടില്ല. 2 വർഷത്തിൽ കൂടുതലായി. ഇനിയും അതിന് തുടർ നടപടി പെട്ടെന്ന് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെ എല്ലാവരും പാടെ ഒരുമിച്ച് ഇതിന് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കും. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കും. അതിൽ ആരൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടോ അവർക്കൊക്കെ ഇതിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത്രയും പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിച്ച് വളരേണ്ട ഒരു ഇതായതുകൊണ്ട് ഇപ്പോൾ ഈ അങ്കണവാടിൻ്റെ തന്നെ അറിയാം, ഒരു ഭീഷണി രൂപത്തിലാണ് ഇത് നിൽക്കുന്നത്. മൃഗശല്യം, അതുമാതിരി മരങ്ങളെ ഭീഷണി, മഴയും കാറ്റൊക്കെ വന്നാൽ ഇവിടെ കുട്ടികൾക്ക് നിൽക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്കണവാടി പണി കഴിപ്പിച്ച് അത് നടപടിക്രമം പൂർത്തിയാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.